ഹായ് ഓൾ, നമ്മൾ ഇൻകം ടാക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോണേ. ഈ വീഡിയോക്കകത്ത് ഇൻകം ടാക്സിനകത്തുള്ള ഒരു ഒരു സെപ്പറേറ്റ് പ്രൊവിഷൻ, ദാറ്റ് മീൻസ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു പോർഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേ. ഇൻട്രസ്റ്റ് അതായത് അസസിയും ഡിപ്പാർട്ട്മെന്റും തമ്മിൽ ഇപ്പം നമ്മൾ കൃത്യമായിട്ട് സമയത്ത് കട്ട് ഓഫ് ഡേറ്റിനകത്ത് നമ്മൾ എന്ത് കൊടുത്തില്ലെങ്കിൽ, റിട്ടേൺ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സമയത്ത് നമ്മൾ അഡ്വാൻസ് ടാക്സ് അടച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ അടയ്ക്കേണ്ട അഡ്വാൻസ് ടാക്സ് നമ്മൾ അടച്ചേ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ എക്സസ് ആയിട്ടുള്ള റീഫണ്ട് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ പല സാഹചര്യത്തിലും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലോട്ട് നമുക്ക് ഏതും കൂടെ നമ്മൾ അടയ്ക്കുന്ന ടാക്സിനും കൂടെ, അല്ലെങ്കിൽ ടാക്സിന്റെ പുറത്ത് നമുക്ക് ഏതും കൂടെ ചാർജ് ചെയ്യേണ്ടി വരും? ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം കൂടെ പേ ചെയ്യേണ്ടി വരും. മനസ്സിലായി? സോ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് അസസി ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടി വരുന്നത്, അതേപോലെ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് തിരിച്ച് ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഇങ്ങോട്ട് അസസിക്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കി, നമുക്കൊരു 8 സിറ്റുവേഷൻസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒരു 8 സിറ്റുവേഷൻസ്. അതിനകത്ത് 7 എണ്ണവും അസസി അഡീഷണൽ ആയിട്ട് ഇൻട്രസ്റ്റ് അങ്ങോട്ട് അടയ്ക്കേണ്ടതും, ഓക്കെ, ഒറ്റ സിറ്റുവേഷൻ മാത്രമാണ് അസസിക്ക് തിരിച്ച് ഇങ്ങോട്ട് കിട്ടുന്ന ഇൻട്രസ്റ്റ് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ പറഞ്ഞേ. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം, എന്നിട്ട് ഓരോന്നിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ഫസ്റ്റ് വൺ, ഫോർ ഫെയിലിയർ ടു ഡിഡക്ട് ആൻഡ് പേ ടാക്സ് അറ്റ് സോഴ്സ്. TDS പിടിച്ച് പേയ്മെന്റ് കൊടുക്കേണ്ട ഒരു അസസി TDS പിടിക്കാതെയാണ്, അല്ലെങ്കിൽ ഡിഡക്ട് ചെയ്ത TDS നമ്മൾ ഗവൺമെന്റിലോട്ട് അടച്ചില്ലെങ്കിൽ അടയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. സിറ്റുവേഷൻ നമ്പർ 1. ആൻഡ് നെക്സ്റ്റ് വൺ, TCS. ടാക്സ് കളക്ട് ചെയ്യേണ്ട സമയത്ത് നമ്മൾ അത് കളക്ട് ചെയ്യാതിരിക്കുകയോ, അല്ലെങ്കിൽ കളക്ട് ചെയ്ത ടാക്സ് ഡിപ്പാർട്ട്മെന്റിലോട്ട് അടയ്ക്കാതിരിക്കുകയോ ചെയ്താൽ അടയ്ക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. നമ്പർ 2. ആൻഡ് നമ്പർ 3, ഫോർ ഡിഫോൾട്ട് ഇൻ ഫർണിഷിംഗ് റിട്ടേൺ ഓഫ് ഇൻകം. പ്രോപ്പർ ആയിട്ടുള്ള കട്ട് ഓഫ് ഡേറ്റിനകത്ത് നമ്മൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ അവിടെ അഡീഷണലി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരും. ആൻഡ് ദ ഫോർത്ത് വൺ, ഫോർ ഡിഫോൾട്ട് ഇൻ പേയിങ് അഡ്വാൻസ് ടാക്സ്. ആൻഡ് ദ ഫിഫ്ത്ത് വൺ, ഡെഫർമെന്റ് ഓഫ് അഡ്വാൻസ് ടാക്സ്. അതായത് അഡ്വാൻസ് ടാക്സ് അടച്ചിട്ടേ ഇല്ല, അല്ലെങ്കിൽ അടയ്ക്കേണ്ട സമയത്ത് നമ്മൾ അഡ്വാൻസ് ടാക്സ് അടച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അടയ്ക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റും കൂടെ ചെയ്യേണ്ടി വരും. ആൻഡ് നെക്സ്റ്റ് വൺ, ഫോർ എക്സസ് റീഫണ്ട് ഗ്രാൻഡഡ് ടു ദ അസസി. അതായത് നമ്മൾ ഏതൊക്കെയോ, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട റീഫണ്ടിനേക്കാൾ കൂടുതൽ എമൗണ്ട് ആണ് നമുക്ക് റീഫണ്ട് ആയിട്ട് കിട്ടിയെന്ന് വിചാരിക്കുക. സോ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന അഡീഷണൽ എമൗണ്ട് ഓഫ് റീഫണ്ടിന് മുകളിൽ നമ്മൾ തിരിച്ച് റീഫണ്ട് പേ ചെയ്യുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കേണ്ടി വരും. ആൻഡ് ദ ലാസ്റ്റ് സിറ്റുവേഷൻ, ഫോർ ഫെയിലിയർ ടു പേ ടാക്സ് അക്കോർഡിംഗ് ടു ദ ഡിമാൻഡ് നോട്ടീസ്. ഡിമാൻഡ് നോട്ടീസ് പ്രകാരം അടയ്ക്കാൻ പറഞ്ഞിരിക്കുന്ന ടാക്സ് നമ്മൾ അടച്ചിട്ടില്ലെങ്കിൽ ആ അടയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യേണ്ടി വരും. സോ ഈ 7 സിറ്റുവേഷൻസിൽ അസസി ആർക്ക്? ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിലോട്ട്, ഗവൺമെന്റിലോട്ട് അഡീഷണലി നമുക്ക് ഇൻട്രസ്റ്റും കൂടെ ടാക്സ് പേ ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റും കൂടെ പേ ചെയ്യേണ്ടി വരും. ഒറ്റ സിറ്റുവേഷൻ ഇങ്ങോട്ട് പറയുന്നുണ്ട്, ഇൻട്രസ്റ്റ് റിസീവബിൾ ബൈ ദ അസസി ഓൺ റീഫണ്ട്. മനസ്സിലായി? റീഫണ്ട് കിട്ടേണ്ട സമയത്ത് നമുക്ക് റീഫണ്ട് കിട്ടിയില്ല എന്ന് വിചാരിക്കുക. സോ അങ്ങനെ എക്സസ് ആയിട്ട് കിട്ടേണ്ട റീഫണ്ട് നമുക്ക് കിട്ടുന്ന സമയത്ത് അതിൻ്റെ ഏതും കൂടെ നമുക്ക് തരേണ്ടി വരും, ഇൻട്രസ്റ്റും കൂടെ തരേണ്ടി വരും. സോ ഇങ്ങനെയുള്ള 8 പ്രൊവിഷൻസിനെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് 7 സാഹചര്യത്തിലും അസസി ഈ പറയുന്നത് പോലെ ഏതിലോട്ട്, നമ്മുടെ ഗവൺമെന്റിലോട്ട് ടാക്സ് അടയ്ക്കുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഒറ്റ സിറ്റുവേഷൻ മാത്രമാണ് തിരിച്ച് ഇങ്ങോട്ട് റീഫണ്ട് കിട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞു. മനസ്സിലായി? നമുക്കത് ഏതൊക്കെയാണ് എന്ന് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച്, അല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ പറയുന്ന ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി കുറച്ച് ജനറൽ പ്രൊവിഷൻസ് കൂടെ പഠിക്കാനുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കി, following points are to be noted regarding calculation of interest, whether such interest is receivable from or payable to the central government. Rule number 119A. അതായത് റൗണ്ടിങ് ഓഫ് എന്ന് പറയുന്ന ഒരു പ്രൊവിഷനെ കുറിച്ചാണ് നമ്മളോട് ഇവിടെ പറയുന്നത്. മനസ്സിലായി? നമ്മൾ അടയ്ക്കേണ്ടത് ഏത് എമൗണ്ടിന്റെ മുകളിലാണോ, അല്ലെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏത് എമൗണ്ടിന്റെ മുകളിലാണോ, അവിടെ ആ എമൗണ്ടിനെ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ എമൗണ്ടിന് മുകളിൽ കയറി വരുന്ന ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സിറ്റുവേഷൻ നമ്പർ 1. ഇനി എത്ര നാളത്തേക്കാണ് നമുക്ക് ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടി വരുന്നത്? അല്ലേ? അതായത് ചില ഇൻട്രസ്റ്റുകൾ നമുക്ക് അടയ്ക്കേണ്ടത് മന്ത്ലി ബേസിനകത്തും ചില ഇൻട്രസ്റ്റുകൾ നമുക്ക് അടയ്ക്കേണ്ടത് ആനുവൽ ബേസിനകത്തും ആയിരിക്കും. സോ അങ്ങനെ വരുന്ന നേരത്ത് ഈ പാർട്ട് ഓഫ് മന്തോ അല്ലെങ്കിൽ പാർട്ട് ഓഫ് ഇയേഴ്സോ വരികയാണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ റൗണ്ട് ഓഫ് ചെയ്യേണ്ടി വരും. സോ ഈ 3 കോമൺ അല്ലെങ്കിൽ ജനറൽ പ്രൊവിഷൻസ് മനസ്സിലായാലേ നമുക്ക് ഇൻട്രസ്റ്റിലോട്ട് ഡയറക്റ്റ് ആയിട്ട് കിടക്കാൻ പറ്റുള്ളൂ. സോ സിറ്റുവേഷൻ മനസ്സിലായല്ലോ? 8 സാഹചര്യങ്ങളിൽ നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന റൂളിനെ കുറിച്ച് പഠിക്കണം. നമ്പർ 1 ആൻഡ് നമ്പർ 2 റൂൾ നമ്പർ 111A പ്രകാരം റൗണ്ടിങ് ഓഫ് എന്ന് പറയുന്ന പ്രൊവിഷനാണ്. മനസ്സിലായി? അതിനകത്ത് ഫസ്റ്റ് വൺ, റൗണ്ടിങ് ഓഫ് ദ amount on which interest is to be calculated. Okay, amount on which such interest is calculated will be round off to the multiple of 100 by ignoring any fraction of 100. ഇപ്പോൾ സപ്പോസ് നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടത് 1120 രൂപയാണെന്ന് വിചാരിക്കുക.
1120 രൂപയാണ് നമ്മുടെ ടാക്സ് ലയബിലിറ്റി. അത് പേ ചെയ്യേണ്ട സമയത്ത് നമ്മൾ പേ ചെയ്തില്ല. സോ ഈ എമൗണ്ടിന്റെ മുകളിലാണ് നമുക്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം ചാർജ് ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെ ഈ എമൗണ്ടിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്ന നേരത്ത് ഏത് എമൗണ്ടിന്റെ മുകളിലാണോ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത് ആ എമൗണ്ടിനെ നമുക്ക് ഏതിലോട്ട് 100ന്റെ മൾട്ടിപ്പിളിലോട്ട് റൗണ്ട് ഓഫ് ചെയ്യാം. അവിടെ പറയുന്ന ഒരു ടേം എന്താ നോക്കി, ബൈ ഇഗ്നോറിംഗ് എനി ഫ്രാക്ഷൻ ഓഫ് 100. മനസ്സിലായി? ബൈ ഇഗ്നോറിംഗ് എനി ഫ്രാക്ഷൻ ഓഫ് 100. ദാറ്റ് മീൻസ് ഇവിടെ 1120 ആണ്, നമുക്ക് എത്ര എടുത്താൽ മതി? 1100 എടുത്താൽ മതി. ഇനി 1180 ആണെന്ന് വിചാരിക്കുക, അപ്പോഴും നിങ്ങൾ എത്ര തന്നെ എടുത്താൽ മതി? 1100 തന്നെ എടുത്താൽ മതി. മനസ്സിലായി? 1100 തന്നെ എടുത്താൽ മതി. ദാറ്റ് മീൻസ് amount on which interest is to be calculated is rupees 240 or 290, then it is to be rounded off 200 by ignoring any fraction of 40 or 90. സിറ്റുവേഷൻ മനസ്സിലായി? സോ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഏത് എമൗണ്ടിന്റെ മുകളിലാണോ ആ എമൗണ്ടിനെ 100ന്റെ മൾട്ടിപ്പിളിലോട്ട് റൗണ്ട് ഓഫ് ചെയ്യാം ബൈ ഇഗ്നോറിംഗ് എനി ഫ്രാക്ഷൻ. 99 ആണെങ്കിൽ പോലും അതിന് തൊട്ട് മുമ്പുള്ള 100 നിങ്ങൾ എടുത്താൽ മതി. മനസ്സിലായി? ആൻഡ് ദ നെക്സ്റ്റ് വൺ, റൗണ്ടിംഗ് ഓഫ് ദ പീരീഡ് ഓൺ വിച്ച് ഇൻട്രസ്റ്റ് ഈസ് ടു ബി കാൽക്കുലേറ്റഡ്. അതായത് ചില ഇൻട്രസ്റ്റുകൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്നത് മന്ത്ലി ബേസിനകത്തും ചില ഇൻട്രസ്റ്റുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്നത് ഇയർലി അല്ലെങ്കിൽ ആനുവൽ ബേസിനകത്തും ആയിരിക്കും. മനസ്സിലായി? എങ്ങനെയാ? ചില ഇൻട്രസ്റ്റുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്നത് ഈ പറയുന്നത് പോലെ മന്ത്ലി ബേസിനകത്തും ചിലത് ആനുവൽ ബേസിനകത്തും ആയിരിക്കും. ഇനി മന്ത്ലി ബേസിനകത്താണെങ്കിൽ നോക്കി, when interest is calculated on monthly basis, any fraction of the month shall be taken as full month. Any fraction of the month shall be taken as full month. മനസ്സിലായി? ഒരു ദിവസമാണെങ്കിൽ പോലും നമുക്ക് അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും? ഒരു ഫുൾ മന്ത് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഫ്രം 1st August to 5th December. സോ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. മനസ്സിലായി? 4 ഫുൾ മന്തും ഡിസംബറിൽ 5 ദിവസമേ ഉള്ളൂ. 4 ഫുൾ മന്ത് ഡിസംബറിലെ 5 ദിവസമേ ഉള്ളൂ. സോ നോക്കി, ദെൻ ഇൻട്രസ്റ്റ് ഷാൾ ബി കാൽക്കുലേറ്റഡ് ഫോർ ദ 5 months. ഇൻട്രസ്റ്റ് എത്ര ചെയ്യാം? 5 മാസത്തിലോട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. മനസ്സിലായി? സോ 100ന്റെ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ ആ മൾട്ടിപ്പിൾസിനെ മൊത്തമായിട്ട് നമുക്ക് ഇഗ്നോർ ചെയ്യാം. ഇനി മന്തിനെയാണ് റൗണ്ട് ഓഫ് ചെയ്യുന്നതെങ്കിൽ അവിടെ പറഞ്ഞ കാര്യം എന്താ? ഫ്രാക്ഷൻ ഓഫ് മന്ത്സ് എന്ന് പറയുന്നതിനെ ഒരു ഫുൾ മന്ത് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഒരു ദിവസമാണെങ്കിൽ പോലും അതിന് ഫുൾ മന്ത് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ആൻഡ് ദ ലാസ്റ്റ് വൺ, when interest is calculated on annual basis, any fraction of the month shall be ignored. മനസ്സിലായി? ആനുവൽ ബേസിനകത്താണ് നിങ്ങൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരുന്നതെങ്കിൽ, ഇപ്പോൾ 2 വർഷവും 3 മാസത്തെ ഇൻട്രസ്റ്റ് ആണ് നിങ്ങൾ പേ ചെയ്യേണ്ടി വരുന്നതെങ്കിൽ ആ ഫ്രാക്ഷൻ ഓഫ് മന്ത്സ്, ആ 3 മാസം എന്ന് പറയുന്നതിനെ നമുക്ക് ഇഗ്നോർ ചെയ്യാം. ഏത് മാത്രം എടുത്താൽ മതി? 2 മാസം എന്നുള്ളത് മാത്രം എടുത്താൽ മതി. മനസ്സിലായി? ഈ ഒരു ജനറൽ പ്രൊവിഷൻസ് റൂൾ അറിയാതെ നമുക്ക് ഏത് ചെയ്യാൻ പറ്റില്ല, സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ 8 പ്രൊവിഷൻസിനകത്താണ് നമുക്ക് ഇൻട്രസ്റ്റിനെ കുറിച്ച് പഠിക്കാനുള്ളത്. പക്ഷെ അത് പഠിക്കുന്നതിന് മുമ്പ് ഈ റൗണ്ടിങ് ഓഫിന്റെ ജനറൽ റൂൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനകത്ത് ആദ്യം പറഞ്ഞത് 100ന്റെ മൾട്ടിപ്പിൾസിനെ നമുക്ക് അല്ലെങ്കിൽ അതിന്റെ ഫ്രാക്ഷൻസിനെ നമുക്ക് ഇഗ്നോർ ചെയ്യാം. മന്ത്സ് ആണെങ്കിൽ ഫ്രാക്ഷൻസിനെ ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല, അതിനെ ഫുൾ മന്ത് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഇനി ഇയർലി ബേസ് ആണെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് മന്ത്സിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇഗ്നോർ ചെയ്യാം. മനസ്സിലായി? ഈ 3 സിറ്റുവേഷൻസ് മനസ്സിലായാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ പറയുന്ന ടാക്സിന്റെ പ്രൊവിഷൻസിലോട്ട് കിടക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 8 റൂളിനെ കുറിച്ച് പഠിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായി? അതിനകത്ത് ആദ്യത്തെ 2 വളരെ എളുപ്പമാണ്. TDSന്റെ ആണെങ്കിലും TCSന്റെ ആണെങ്കിലും വളരെ എളുപ്പമാണ്. അതിനകത്ത് അതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് പ്രോബ്ലം ഒന്നും ചെയ്യണ്ട. അതിന് ശേഷമുള്ളതിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്തേ പറ്റൂ. സോ ഈ വീഡിയോക്കകത്ത് ആ TDSന്റെ പ്രൊവിഷൻസും TCSന്റെ പ്രൊവിഷൻസും കൂടെ പറയാം. TDSന്റെ പ്രൊവിഷൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സപ്പോസ് നിങ്ങളൊരു പേയ്മെന്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ടാക്സ് ഡിഡക്ട് ചെയ്യണം അല്ലെ? ആ ടാക്സ് ഡിഡക്ട് ചെയ്യാതെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ ഡിഡക്ട് ചെയ്യേണ്ട ടൈം തൊട്ട് ആക്ച്വലി ഡിഡക്ട് ചെയ്യുന്ന ടൈം വരെയും ആ ഡിഡക്ട് ചെയ്യുന്ന ടൈം തൊട്ട് ആക്ച്വൽ പേയ്മെന്റ് നടത്തുന്ന ടൈം വരെയും നിങ്ങൾ ഇൻട്രസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പം ഇന്നൊരാൾക്ക് പേയ്മെന്റ് കൊടുക്കുമ്പോൾ നമ്മൾ TDS പിടിച്ചിട്ടാണ് കൊടുക്കണേ. നമ്മൾ TDS ഡിഡക്ട് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക, ടാക്സ് എമൗണ്ട് ഡിഡക്ട് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. സോ ഇന്ന് ഡിഡക്ട് ചെയ്യേണ്ടതാണ്. നമ്മൾ ഡിഡക്ട് ചെയ്യുന്നത് 1-2 മാസം കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ സോ എന്നാണോ ഡിഡക്ട് ചെയ്യേണ്ടത് ആ ടൈം തൊട്ട് ആക്ച്വലി എന്നാണോ ഡിഡക്ട് ചെയ്യുന്നത് അതുവരെ 1% ഓഫ് ഇൻട്രസ്റ്റും, ഇനി ആ ഡിഡക്ട് ചെയ്ത ടൈം തൊട്ട് അത് ഗവൺമെന്റിലോട്ട് പേ ചെയ്യുന്ന ടൈം വരെയും വേറൊരു ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റും ആണ്. 2 റേറ്റ് അവിടെ വരും. ടൈപ്പ് അല്ല, 2 റേറ്റ് അവിടെ വരും. നമുക്ക് നോക്കാം. The first one, interest for the failure of deduct and pay tax. Section 201(1)(a) പറഞ്ഞിരിക്കുന്നു. നോക്കി, where a person responsible for deducting tax at source fail to deduct tax at source or deposit such tax after deducting the same. TDS കളക്ട് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ കളക്ട് ചെയ്ത TDS നിങ്ങൾ ഗവൺമെന്റിലോട്ട് പേ ചെയ്യാതിരിക്കുകയോ ചെയ്താൽ നോക്കി, ആ എമൗണ്ടിന്റെ മുകളിൽ എത്രയാണോ ഓൺ ദ എമൗണ്ട് ഓഫ് സച്ച് ടാക്സ്, ആ ടാക്സിന്റെ മുകളിൽ അല്ലെങ്കിൽ ആ ഡിഡക്ട് ചെയ്തിരിക്കുന്ന ടാക്സിന്റെ മുകളിൽ നിങ്ങൾ എന്ത് കൊടുക്കേണ്ടി വരും? ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം കൊടുക്കേണ്ടി വരും. അവിടെ റേറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് സച്ച് ടാക്സ് വാസ് ഡിഡക്റ്റബിൾ ടു ദ ഡേറ്റ് ഓൺ വിച്ച് സച്ച് ടാക്സ് ഇസ് ഡിഡക്റ്റഡ്.
എന്നാണോ ആ ടാക്സ് ഡിഡക്ട് ചെയ്യേണ്ടത് അത് തൊട്ട് എന്നാണോ ആക്ച്വലി ആ ടാക്സ് ഡിഡക്ട് ചെയ്തത് അതുവരെ നിങ്ങൾ സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 1% പെർ മന്ത് ഓർ പാർട്ട് ദറോഫ്. മനസ്സിലായി? പാർട്ട് ദറോഫ് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം എന്താ, ഒരു മാസമാണെങ്കിൽ പോലും അതിന് ഒരു മാസമായിട്ട് എടുക്കും, ഒരു ഫുൾ മന്ത് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഒരു ദിവസമാണെങ്കിൽ പോലും അതിനൊരു ഫുൾ മന്ത് ആയിട്ട് എടുക്കും. സോ ആ ഡിഡക്ട് ചെയ്യുന്ന ടൈം തൊട്ട് ആക്ച്വലി ഡിഡക്ട് ചെയ്ത ടൈം വരെ 1%, ആ ഡിഡക്ട് ചെയ്ത ടൈം തൊട്ട് ആക്ച്വലി അത് ഗവൺമെന്റിലോട്ട് പേ ചെയ്യുന്ന ടൈം വരെ 1.50% നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം, ഇൻട്രസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഓക്കെ, സോ ടി ഡി എസിനകത്ത് പറഞ്ഞ കാര്യം എന്തായിരുന്നു, ആ ഡിഡക്ട് ചെയ്യുന്ന ടൈം തൊട്ട് ആക്ച്വലി ഡിഡക്ട് ചെയ്തവരെയും ആ ഡിഡക്ട് ചെയ്ത ടൈം തൊട്ട് ആക്ച്വലി പേ ചെയ്യുന്നത് വരെയും 2 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് പറഞ്ഞത്. ദ ഫസ്റ്റ് വൺ 1% ആൻഡ് ദ സെക്കൻഡ് കാറ്റഗറി 1.5% വരും. മനസ്സിലായി? ഇതേ കാര്യം തന്നെയാണ് നമ്മളോട് ടി സി എസിനകത്തും പറയണേ, പക്ഷെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അവിടെ ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 1%, അതായത് ഡിഡക്ട് മാറി കളക്റ്റഡ് അറ്റ് സോഴ്സ് ടി സി എസ് അങ്ങനെ വരുന്ന നേരത്ത് നോക്കേ, ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് സച്ച് എ ടാക്സ് വാസ് കളക്റ്റബിൾ ടു ദ ഡേറ്റ് ഓൺ വിച്ച് സച്ച് എ ടാക്സ് ഈസ് ആക്ച്വലി പെയ്ഡ്. എന്നാണോ ആ എമൗണ്ട് ഓഫ് ടാക്സ് കളക്ട് ചെയ്യേണ്ടത് അന്ന് തൊട്ട് എന്നാണോ ആക്ച്വലി ഇത് പേ ചെയ്യേണ്ടത്, പേ ചെയ്തിരിക്കുന്നത്. മനസ്സിലായി? അവിടെ ടി ഡി എസിനകത്ത് 2 റേറ്റുകൾ പറഞ്ഞെങ്കിൽ ഇവിടെ അതിന് രണ്ടിനെയും കൂടെ ക്ലബ് ചെയ്ത് ഒരു സിംഗിൾ ഒറ്റ കാര്യമാണ് പറയണേ, എത്ര ശതമാനം അടച്ചാൽ മതി, 1% അടച്ചാൽ മതി. മനസ്സിലായി? ബാക്കിയുള്ള പ്രൊവിഷൻസ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യണം. ഞാൻ ഇത് രണ്ടും എളുപ്പമായതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയ്ക്ക് തന്നെ ചെയ്തത്. സോ 8 പ്രൊവിഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷെ അത് പഠിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഗവൺമെന്റ് റൂൾ അനുസരിച്ച് 3 റൗണ്ട് ഓഫ് നമ്മൾ പഠിക്കണം. ഒന്ന് ഹൺഡ്രഡ്സ്, ഫ്രാക്ഷൻ ഓഫ് ഹൺഡ്രഡ്സിനെ നമുക്ക് വേണ്ടാന്ന് വെക്കാം. മന്ത് ആണെങ്കിൽ ഒരു ദിവസമാണെങ്കിൽ പോലും ഫുൾ മന്ത് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഇയർലി ബേസിനകത്താണെങ്കിൽ പാർട്ട് ഓഫ് മന്ത് ഇഗ്നോർ ചെയ്യാം. ടി ഡി എസിനകത്തും ടി സി എസിനകത്തും പറയുന്നത് കോമൺ പ്രൊവിഷൻസ് ആണ്. പക്ഷേ ടി ഡി എസിനകത്ത് പറഞ്ഞാൽ എന്താ, എപ്പോഴാണ് ആക്ച്വലി ഡിഡക്റ്റബിൾ, ആ ഡിഡക്ട് ചെയ്യുന്ന ടൈം തൊട്ട് ഡിഡക്ട് ചെയ്തത് വരെ 1%, ഡിഡക്ട് ചെയ്തത് തൊട്ട് ആക്ച്വലി പേ ചെയ്യുന്നത് വരെ 1.5% വരും. ആൻഡ് ദ സെക്കൻഡ് വൺ ടി സി എസ് ആണെങ്കിൽ എന്നാണോ കളക്ട് ചെയ്യേണ്ടത് ആ കളക്ട് ചെയ്യുന്ന ഡേറ്റ് തൊട്ട് എന്നാണോ ഇത് ഗവൺമെന്റിലോട്ട് പേ ചെയ്യുന്നത് അതുവരെ ഏതും വരും, 1% തന്നെ വരും. ഇത് രണ്ടും പഠിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ കുറച്ചും കൂടെ പ്രോബ്ലംസും കൂടെ വരും. ദാറ്റ് മീൻസ് ഈ പറയുന്ന റിട്ടേണിൻ്റെ ആണെങ്കിലും അഡ്വാൻസ് ടാക്സിൻ്റെ ആണെങ്കിലും പ്രോബ്ലം കൂടെ വരും. നമുക്ക് അപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.